ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വൈഷുവിൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി, എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഉള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്, നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്ന് റെഡിയാക്കുന്ന ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ, എന്ന് വെച്ചാൽ നമ്മൾ ഇടുപിടിയെന്നായിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കാനും അതിനും ഇതിനും ഒന്നും ഉള്ള സമയം കിട്ടത്തില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ, ഇഡ്ഡലിയും സാമ്പാറും. നമ്മുടെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഡ്ഡലി സാമ്പാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും കഴിക്കുന്നെങ്കിൽ ഇഡ്ഡലിയാണ് കൂടുതലും കഴിക്കുന്നത്, രണ്ടെണ്ണേ കഴിക്കുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, എനിക്കിഷ്ടമല്ല. ദോശയായാലും അപ്പമായാലും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. പക്ഷേ ഇഡ്ഡലി ആണെങ്കിൽ രണ്ടെണ്ണം ഇഷ്ടത്തോടെ ഞാൻ കഴിക്കും. അത് രണ്ടെണ്ണേ കഴിക്കുകയുള്ളൂ, അതിൽ തോനെ ഞാൻ കഴിക്കില്ല കേട്ടോ. അപ്പം മക്കളും രണ്ടെണ്ണം വീതം കഴിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കും എളുപ്പമാണ്, ഇഡ്ഡലി ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ പെട്ടെന്നൊരു സാമ്പാറാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പമുള്ള പണിയാണ് കേട്ടോ അത്. അപ്പോൾ രണ്ടുപേരും നേണ്ട ഒരുങ്ങി റെഡിയായി നിൽപ്പുണ്ട്, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ വൈശിക അംഗനവാടിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രകടനമൊക്കെ ആയിരുന്നു. ടാറ്റാ വൈശികേ. നമ്മളിപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി, നമ്മളില്ലേ അവരൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഇപ്പുറത്തെ സൈഡിൽ ഒരു ആസ്മാത്തം ഉണ്ടല്ലോ, ഒരു അമ്പലം. ആ അമ്പലത്തിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അവിടെ നിന്ന് പരിപാടി നടത്തുന്നത്. എന്നാൽ ഇപ്പം ഗുഡ് ബൈ, അവിടെ ചെന്നിട്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോകുക, അങ്ങനെയൊക്കെ. പണ്ടൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അങ്ങനെ അത്രയും ഓർമ്മയില്ല കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സ്കൂളിൽ ചെല്ലും, ഒരു മുട്ടായിയൊക്കെ തരും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നിട്ട് ക്ലാസ്സിൽ കയറ്റിയിരുത്തും, ഹാജരൊക്കെ വിളിക്കും, എന്നിട്ടൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വിടുക. അതാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ബലൂണും എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇവിടെ, ബലൂണൊക്കെ കൊടുക്കും. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര അടിച്ചു പൊളിച്ചുള്ള ആഘോഷമാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ, നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വർഷം വൈശു UKG-യിലായിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ പേരൻസും കുട്ടികളും എല്ലാവരും ആശ്രമത്തിലാണ് നിന്നത്. എന്നിട്ട് ഇനി അവിടുന്ന് സ്കൂളിൽ നിന്ന് പഴയ കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ ആനയിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഡാൻസും വലിയ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വരുന്ന കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയും പോയി കേട്ടോ, വൈഷുവിനെയും കൂടി വിളിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ തിരിച്ച് അവിടുത്തെ പരിപാടി തീരുന്നതിന് മുമ്പ് നമുക്ക് സ്കൂളിലെത്തണം. അപ്പോൾ രാവിലെ ആയിരുന്നു കല്യാണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ വന്ന് കല്യാണമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു.
പിന്നെ എനിക്കൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കിട്ടിയില്ല കേട്ടോ. ഇനി നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂളിൽ വന്നു. അപ്പോൾ ദേ പുതിയ കളിക്കുന്ന സാധനങ്ങളൊക്കെ, ഇത് ശരിക്കും വൈഷു കണ്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ക്ലാസ്സിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒന്നും കളിപ്പിക്കത്തില്ല. അതിനൊക്കെ ഓരോ സമയവും കാലമൊക്കെ കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പായസമൊക്കെ കുടിച്ചു. അതിന് കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വേറെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. ഇയാൾ മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റുഡൻറ്റ്? ഇയാൾ മാത്രമേ ഉള്ളൂ സ്റ്റുഡൻറ്റ്? നല്ല ക്ലാസ്സാണല്ലോ വാവേ. ഒരുപാട് കളിപ്പാട്ടമൊക്കെ ഉണ്ട്. അടിച്ചേ. അപ്പോൾ വൈഷുവിൻ്റെ ക്ലാസ്സിൽ നിന്ന് നേരെ ഞങ്ങൾ LKG വന്നു. അപ്പോൾ LKG വന്നപ്പോൾ പുതിയ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ, അപ്പോൾ വൈഷു അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈഷുവിന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നെടുത്ത് വെച്ചിട്ട് കളിക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നേരം അവിടെ നിൽക്കും കേട്ടോ. സ്കൂളിൽ കുറേ നേരം ഇവരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കും. വേറെ പേരൻസൊക്കെ അങ്ങനെ പെട്ടെന്ന് വന്ന് വിളിച്ചിട്ട് അങ്ങ് പോകും. ചിലപ്പോൾ അപ്പൂപ്പന്മാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കിങ്ങനെ ക്ലാസ്സിലൊക്കെ കയറി നിൽക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ ചെന്ന് കളിക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പെരുങ്കുഴിയിൽ സൂപ്പർ മാർക്കറ്റിൽ വന്നു. തുണി കഴുകാൻ ലോഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അത് വാങ്ങി. പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. സർപ്രൈസ് ആണോ? സർപ്രൈസ് എന്തൊക്കെ സർപ്രൈസാ? കിറ്റ്കാറ്റ്, പിന്നെന്തുവാ? ബിസ്ക്കറ്റ്, ബലൂണ്, പഴം, പിന്നെ ഇതുണ്ട് ആണ്ടെ നാളേക്കൊരു സ്പെഷ്യൽ സാധനം. ക്യൂടെക്സ് കൊള്ളാം. പൊതിക്കുന്നത് തേങ്ങയാണ്. മോള് തിന്നു. അമ്മച്ചി കല്യാണത്തിന് പോയപ്പോഴേ നോക്ക് കൊണ്ടുവന്നെയാ ചക്കര വരട്ടിയും. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാന്നോ? ഒരു ഉമ്മതാ. അപ്പോൾ ഇത് നമ്മുടെ വൈശിക അംഗനവാടിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് വരുന്ന വഴി അംഗനവാടി കയറി വാവയും കൂടെ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പം നമ്മളെ കഞ്ഞി പായസം, കഞ്ഞിയല്ല അരിയും പയറും കൂടി ഇട്ടിട്ടുള്ള ശർക്കര ഇട്ടിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം പായസമൊക്കെ കുടിച്ച് കട്ടനെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ വൈശിക പറഞ്ഞു, അമ്മച്ചി നമുക്ക് അമ്പലത്തിൽ പോവാം. എന്താ പറ്റിയെന്നറിയത്തില്ല, അവളിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൾ ഒറ്റ തരത്തിൽ സമ്മതിക്കുന്നില്ല, അവൾക്ക് അമ്പലത്തിൽ പോയേ പറ്റൂ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അങ്ങനെ പെട്ടെന്ന് അമ്പലത്തിൽ വന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ വന്ന് തൊഴുതു, കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ദീപാരാധനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. കുളം, ഒരു കുളമുണ്ട്.
അപ്പോൾ ഇത് നമ്മുടെ ആശ്രമത്തിൻ്റെ അകത്തുള്ള അമ്പലമാണ് കേട്ടോ. വൈഷുവിനെ രാവിലെ കൊണ്ടുവന്നില്ലേ, അപ്പോൾ ആ അമ്പലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.